കർണാടകയോട് അതിരിടുന്ന മഞ്ചേശ്വരം, വോർക്കാടി, ഹൊസങ്കടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വിമുക്ത ഭടന്മാരുടെ പേരിൽ വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തട്ടിപ്പിന്റെ ഉറവിടങ്ങൾ തേടി കൊടലമകുറു വില്ലേജിലെത്തിയ ഞങ്ങൾ കണ്ടത് വ്യാപക നിയമലംഘനങ്ങളാണ്. ഉദാഹരണത്തിന് കൊടലമകുറു വില്ലേജിൽപ്പെട്ട 311/4, 312/4 എന്നീ സർവേ നമ്പറുകളിലെ കോടികൾ വിലമതിക്കുന്ന ഈ 3 ഏക്കർ ഭൂമിയുടെ പട്ടയം 1973 മുതൽ സ്വദേശം വ്യക്തമല്ലാത്ത ഭാസ്കര പണിക്കർ എന്ന വിമുക്ത ഭടന്റെ പേരിലാണ്. എന്നാൽ 2009 മുതൽ ഈ ഭൂമി KPCC അംഗവും കാസർഗോഡ് DCC ട്രഷററുമായ മഞ്ചേശ്വരം മിയാപദവ് സ്വദേശി പ്രഭാകര ചൌട്ട 10.5 ലക്ഷത്തിന് വിൽപ്പന കരാർ എഴുതി കൈക്കലാക്കി. മാത്രമല്ല 73 നൽകിയ പട്ടയം 36 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി 2009 വില്ലേജ് രജിസ്റ്ററിൽ ചേർത്ത് ഒന്നിച്ച് കരമടച്ചത് മതിയായ രേഖകളില്ലാതെയാണെന്ന് കൊടലമകുറു വില്ലേജ് ഓഫീസർ A. മുഹമ്മദ് കുഞ്ഞി പറയുന്നു. 73 പട്ടയം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് 2009 ഇവിടെ നമ്മളെ ഒരു രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്ററിൽ ഇവരെ പേര് രേഖപ്പെടുത്തിയ അത് അടച്ചത് ഭാസ്കര പണിക്കരുടെ പേരിൽ തന്നെയാണ് അത് അടച്ചിട്ടുള്ളത്. വിമുക്ത ഭടന്റേതായി രേഖകളിൽ കാണിച്ചിരിക്കുന്ന മേൽവിലാസങ്ങളും വ്യാജമാണ്. പട്ടയത്തിൽ പറവൂർ ഏഴിക്കര ഭാസ്കര പണിക്കറെന്നും ഓർഡർ ഓഫ് അസൈൻമെന്റിൽ തൃശൂർ ഏഴിക്കരയെന്നുമാണ്. 2010 കോൺഗ്രസ് നേതാവുമായി കന്നഡയിൽ എഴുതിയ വിൽപ്പന കരാറിൽ തൃശൂർ താലൂക്കിൽ എലിക്കര വില്ലേജിലെ ഭാസ്കര പണിക്കരെന്നും കൈവശാവകാശ രേഖയിൽ തൃശൂർ ഏടിക്കര വില്ലേജെന്നും രേഖപ്പെടുത്തി. എന്നാൽ രേഖകളിൽ കാണിച്ച മേൽവിലാസവും എലിക്കര, ഏടിക്കര എന്നീ വില്ലേജുകളും കേരളത്തിൽ ഒരിടത്തുമില്ല. മതിയായ അന്വേഷണം നടത്താതെയാണ് തഹസിൽദാർ പട്ടയം വില്ലേജ് രജിസ്റ്ററിൽ ചേർത്തതെന്നും വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ചാർജിലുണ്ടായിരുന്ന ഒർക്കാടിയിലെ SPO ശങ്കരനാരായണ ഭട്ട് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ചാർജിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റും പിന്നെ അതുപോലെ ഐസ്കെച്ചും വീട്ട് റെസിറ്റ് കൊണ്ടുപോയിട്ടുള്ളത്. അതാരാ കൊണ്ടുപോയതെന്ന് പറ്റി എനിക്കറിയില്ല. ഭാസ്കര പണിക്കർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഭാസ്കര പണിക്കർ ആണോ ഇവിടെ വന്നിട്ട് കരാർ അടുക്കിയത് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനന്ന് ഈ വില്ലയിൽ ഇല്ലായിരുന്നു. വ്യാജരേഖകളുണ്ടാക്കി വിമുക്ത ഭടന്മാരെന്ന പേരിൽ നടത്തിയ ഭൂമി കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ വില്ലേജ് ലാൻഡ് അസൈൻമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണെന്നാണ് സൂചന. വിമുക്ത ഭടന്മാരെന്ന പേരിൽ വ്യാപകമായ ഭൂമി കയ്യേറ്റങ്ങളാണ് ജില്ലയിൽ നടന്നിരിക്കുന്നത്. ഇതിനായി വില്ലേജ് തലം തൊട്ടുള്ള ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ഡാറ്റസ് വെന്നിയൂരിനൊപ്പം ഫൗസിയ മുസ്തഫ, ഇന്ത്യ വിഷൻ, കാസർഗോഡ്.